ഈശ്വര, സായിപ്പന്മാരിലുണ്ടോ ദരിദ്രവാസികൾ? പോലീസ് സ്റ്റേഷനിൽ കിടക്കാൻ എന്തിനെ? പിടിച്ചു പറയടത്തേന് നാളെ ഇല്ലാത്ത എച്ച് സായിപ്പ്. എന്തായാലും നീ മോട്ടിച്ചില്ലേ? അല്ല, എനിക്ക് അറിഞ്ഞോടാത്തോണ്ട് ചോദിക്കാ. സാറിന് എന്താ ഇത്ര ദണ്ണം? സായിപ്പ് സാറിന് അളിയനെ പറ്റാണോ? അവിടെ നിൽക്കണ കള്ള. എന്താ വിളിച്ചേ? കള്ളാന്ന്. കള്ളാന്ന്. അതെ, കള്ളം തന്നെ. അതെ, എനിക്കൊരു 10,000 രൂപയുടെ ആവശ്യമുണ്ട്. സാറിന്റെ കയ്യിലുണ്ടെങ്കിൽ അത് താ. അപ്പോ 10,000 രൂപയ്ക്ക് വേണ്ടി താൻ എന്തും ചെയ്യുവോ? എന്തും ചെയ്യുമെന്ന് ചോദിച്ചാ മാന്യമായ എന്തും. എടോ, അവിടെ നിൽക്കണോ, ഒരു കാര്യം പറയട്ടോ. രൂപ ഞാൻ തരാം. തരുമോ? 10,000 രൂപ. ഇയാൾ എന്തിനാ എനിക്ക് ചുമ്മാ ഇരുന്ന്? എടോ, പണിയുണ്ടെന്ന്. എന്ത് പണി? തനിക്ക് അഭിനയിക്കാൻ അറിയാവോ? നാളെ മുതല് ഒരു 15 ദിവസം ഒരു പെൺകുട്ടിയുടെ ഭർത്താവായിട്ട് താൻ അഭിനയിക്കണം. നാടകത്തില്? അല്ല, ജീവിതത്തില്. സത്യമായിട്ടും ഇയാൾക്ക് തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? നേരെ നിൽക്കേ. നല്ല കവള്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെട്ടാൽ ഇനി അടി കിട്ടും. എടോ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. ദിവസം 1000 രൂപ വെച്ച് തരും. 15 ദിവസം. ഭർത്താവായിട്ട് അഭിനയിക്കുക എന്നൊക്കെ പറഞ്ഞാല് ഒരുമാതിരി ബോറൻ പണിയാ. പിന്നെ ഇയാളുടെ പറച്ചില് കേട്ടിട്ട് നേരെ ചൊവ്വയുള്ള പണിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവസാനം തായനെ വല്ല കുഴിയിലും കൊണ്ട് ചാടിക്കോ? തന്നോട് ഞാൻ കാര്യങ്ങൾ വിസ്തരിച്ച് പറയാം. എന്നിട്ട് തനിക്ക് സമ്മതമാണെങ്കിൽ മാത്രം സമ്മതിച്ചാൽ മതി. ഒന്നുകിൽ നീ ഡാലിയുടെ മുമ്പിൽ വെച്ച് മറ്റൊരു വിവാഹത്തിന് തയ്യാറാവുക. ഇല്ല, ഞാൻ വിവാഹം കഴിക്കില്ല. ഐ ഹേറ്റ് men. എന്നാൽ ഒരു 14 ദിവസം ഡാലിയുടെ മുമ്പിൽ മറ്റൊരാളെ ഭർത്താവായി അഭിനയിപ്പിക്കുക. അയ്യേ, ഇവനാണോ? ഒരു കാര്യം പറഞ്ഞേക്കാം. അവൻ ഇവനെന്നൊക്കെ വിളിക്കാൻ എന്നെ ഈ വീട്ടിൽ വേലയ്ക്ക് കൊണ്ടുവന്നൊന്നുമല്ല. പിന്നെ താൻ എന്നെ പെണ്ണ് കാണാൻ വന്നാണോ? നിന്നെയൊക്കെ കാണുന്നതിന് പെണ്ണ് കാണലെന്നല്ല പറയേണ്ടത്, ആണ് കാണലെന്നാ. പെണ്ണിന്റെ ഒരു ലക്ഷണമില്ലല്ലോ. ഇയാളോട് ഇറങ്ങി പോകാൻ പറ. പറയൊന്നും വേണ്ട, ഞാൻ പൊയ്ക്കോളാം. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, ഈ സാധനത്തിനെ മര്യാദയ്ക്ക് വളർത്തണം, അല്ലെങ്കിൽ ഈണ്ടിരിക്കും. ചുമ്മാ അവൻ കളഞ്ഞിട്ട് പോയത്. ഞാൻ പോവാ. അവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും തന്നോട് നേരത്തെ പറഞ്ഞല്ലേ? ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇതിനൊക്കെ ചേർത്ത് ആ ദിവസം 1000 രൂപ കൈ തരുന്നത്. കഷ്ടപ്പെടാവുന്നതിന്റെ അങ്ങേയറ്റം കഷ്ടപ്പെട്ടിട്ട് കിട്ടിയ ഒരു സാധനമാണ്. നീ ആയിട്ടത് ഇല്ലാതാക്കരുത്. നീ എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഒരു 2 ആഴ്ച. അതുകൊണ്ട് ഈ തറവാട്ടിൽ വിവാഹം നടന്നാൽ ഇവരുടെ ആചാരപ്രകാരം ചില കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കാനുണ്ട്. ഇനി ഇതുപോലെ രസമുള്ള ആചാരം വല്ലതും ഉണ്ടോ? അല്ല, അതെ, നമ്മൾ എത്ര മണിക്ക് അവിടെ പോകേണ്ടത്? 6 മണിക്ക്. ഇപ്പൊ മണി എത്ര? 3. അപ്പൊ കുറച്ച് സമയം റെസ്റ്റ് എടുക്കാൻ ടൈം ഉണ്ട്. അല്ല, നമ്മളൊരു സ്ഥലത്ത് പോകണമെന്ന് കറക്റ്റായിട്ട് പോയില്ലോ. അഴിക്കാൻ പാടില്ല, നേരെ പറഞ്ഞു കേട്ടില്ലേ? അഴിക്കണ്ട, കൊണ്ടുപോ. എവിടെ കിടന്ന് ഓടുന്ന? അല്ല, പിന്നെ അവിടുത്തെ ഈ പിന്നെ ദേവി ഏതാ? അവിടെ ക്ഷേത്രത്തിലെ ദേവി. ദേവി. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അല്ല, പിന്നെ ഒരു കാര്യം. അതെ, ഇത്ര മനോഹരമായ ആചാരങ്ങൾ. അണ്ണൻ എന്തായി പറയുന്നത്? അവര് തമ്മിൽ ഒരു രസക്കുറവില്ല. ചില അഡ്ജസ്റ്റ്മെന്റ് അവരെന്റെ മുന്നിൽ ചെയ്യുന്നില്ലേ എന്ന് എനിക്കൊരു സംശയം. അതല്ല കൈമളെ. അന്നാ സ്നേഹം ഉള്ളിടത്തെ ഇണക്കവും പിണക്കവും പരിഭവം ഒക്കെ ഉണ്ടാവും. അന്നാ സിനിമയെ കാണുന്ന മാതിരിയാ. ആട്ടവും പാട്ടും കൂത്തും കൊഞ്ചലും കൊഴയലും നമുക്ക് തന്നെ നാണാവും. അന്ന് കാണണം. കുതിക്കും മാണിക്ക ചെമ്പഴുത്ത കണ്ണിൽ വിളക്കും വെച്ച് രാത്രി എന്നെയും കാത്തിരിക്കേ തൊടിക്കരികി കാലൊച്ച തിരിച്ചറിഞ്ഞോ അരികിൽ വന്നെന്നെ
പിടിച്ചു ഞാൻ ചെണ്ടല ചിന്തത്ത് മുത്തം തരും ഒരു കൃഷ്ണ തുളസി തുണി ചാത്തി തരും എടുത്തു വെച്ചേ വെട്ടിയിലമ്പളത്തെ വായി നോക്കിട്ട് പോയാലോ. എല്ലാ ദിവസവും സൂര്യാസ്തമനത്തിന് മുമ്പ് 100-ന്റെ 10 ഇന്ത്യൻ കറൻസി നോട്ട് എന്റെ കയ്യിൽ തന്ന് ബോധിപ്പിച്ചുകൊള്ളാം എന്ന് വാക്കാൽ ഉറപ്പ് വന്നിട്ടാ ഞാൻ ഈ നാണം കെട്ട പരിപാടിക്ക് ഇറങ്ങി തിരിച്ച്. ശരി, എല്ലാം പോട്ട്. ഇപ്പൊ എത്ര ആരാ? ഇത്രയും ആയ സ്ഥിതിക്ക് ഉള്ള സത്യം തുറന്നു പറയാമല്ലോ. എന്റെ കയ്യിൽ 250 രൂപ കാണും. എന്നത്താ ഞാൻ പോവാ. ഇയാള് മനുഷ്യനല്ല, വേറെ വേണ്ട. കൈവള് കൈവള്. പിന്നെ ഞാൻ അങ്ങനെ വെറുതെ പോകുന്നൊന്നും വിചാരിക്കണ്ട. ഈ വിവരം മുഴുവൻ ആ മൂപ്പിലാനെ കണ്ട് ധരിപ്പിച്ചിട്ടാ ഞാൻ പോവും. രണ്ടുപേരോടും കൂടെ ഈ പറയുന്നത്. കഞ്ഞികള് ഒരു ചാൻസ് കൂടെ തരാം. 250 എങ്കിൽ 250 ഉറപ്പിക്കുന്നോ? രണ്ടുപേരോടും കൂടെ ചോദിക്കുന്നത്. എടോ, തനിക്ക് നാണമില്ലേണോ? ഇല്ല. ആ, അത് തന്നെ. ഞാൻ പോവാ. പാടം പൂത്ത കാലം പാടാൻ വന്നു നീയും പാടം പൂത്ത കാലം പാടാൻ വന്നു നീയും പൊന്നാറ്റിനപ്പുറത്തു നിന്നു പുന്നാരം ചൊല്ലി നീ വന്നു ദൂരെ പകലിന്റെ തിരിമെല്ലെ താഴുമ്പോൾ ഗ്രാമം മിഴിപൂട്ടുമ്പോൾ ബ്ലഡി റാസ്കൽ, പറ്റിച്ചിട്ട് കടന്നു കളയാമെന്ന് വിചാരിച്ചു അല്ലടാ. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടൊരു കൊലയാളിയാണ് നീ. 15-ാം തീയതി കാലത്ത് കൃത്യം 5:40 നിന്റെ വധശിക്ഷ നടപ്പാക്കും. സാർ, ജീവിക്കാൻ ഇപ്പം ഒരു മോഹം തോന്നുന്നു. അതുകൊണ്ട് ചോദിക്കുക, എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? വിഷ്ണു, വിഷ്ണു, ഞാൻ കേട്ടതൊക്കെ ശരിയാണോന്ന്? വിഷ്ണു, പ്ലീസ് ടെൽ മീ. അതെ, ഞാൻ പോവുകയാണ്. തടയാൻ എനിക്ക് കഴിയില്ലല്ലോ വിഷ്ണു. നല്ലത് വരട്ടെ എന്ന് പറയാൻ പോലും അധികം ഇവിടെ നിന്ന് എന്നെ തളർത്തരുത്, എന്നെ കരയിക്കരുത്. പൊക്കോളൂ. എനിക്കൊരപേക്ഷയുണ്ട്. എന്റെ മോനെ, അല്ല നിന്റെ മോനെ, നീ രാമേന്ദ്ര എന്ന് വിളിക്കണം. നമ്മുടെ രാമേന്ദ്രനെ നീ പൊന്നുപോലെ വളർത്തണം. കരയണ്ട. ഞാൻ നിന്നെ വിട്ട് എങ്ങും പോകുന്നില്ല. നാളെ മുതൽ ആകാശത്തെ ഒരു പുതിയ നക്ഷത്രം ഞാനായിരിക്കും. ഞാൻ അവിടെ നിന്ന് എന്നും നിന്നെ കാണും. വിഷ്ണു, സമയായി, ഞാൻ പോട്ടെ. വിഷ്ണു, നാളെ വെളുക്കും വരെ ഓർമ്മിക്കാൻ കുറെ മനോഹരമായ ദിവസങ്ങൾ എനിക്ക് സമ്മാനിച്ച എന്റെ കല്യാണിക്കുട്ടി, നന്ദി. നിന്നോട് യാത്ര പറയേണ്ടത് മാത്രം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കല്യാണിക്കുട്ടി. എനിക്കും. സമയായി, ഞാൻ പോട്ടെ. ആസ് യൂഷ്വൽ ഞങ്ങൾ നല്ലപോലെ എൻജോയ് ചെയ്തു. താങ്ക് യു. നമുക്ക് നമ്മുടെ ചേട്ടനെ ചേച്ചിമാർ ചോദിക്കാം. സൗഭാഗ്യ ചേച്ചി. ആഷിക് ആസ് യൂഷ്വൽ ക്യാരക്ടറായിട്ട് അടിപൊളിയായിട്ട് ചെയ്തു. നല്ലൊരു ആക്ടറായിരുന്നു. എനിക്ക് ഇതിൽ ഏറ്റവും എൻ്റെ
മനസ്സിൽ ഇപ്പോഴും നിൽക്കുന്നത് മോളുടെ ആക്ട് തന്നെയാണ്. ഇത്രയും ബ്രില്യൻ്റ് ആയിട്ട് മോൾ ചെയ്തു എന്ന് പറഞ്ഞാൽ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഗ്രേറ്റ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു റിയാലിറ്റി ഷോയിൽ മോളുടെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു കുട്ടി. ആൻഡ് ആസ് യൂഷ്വൽ ഇയാളും അടിച്ചു പൊളിച്ചു. എല്ലാവരും അവരവരുടെ പാട്ട് ഗംഭീരമായിട്ട് ചെയ്തു. നല്ലൊരു ആക്ടായിരുന്നു. ഒത്തിരി ഇഷ്ടപ്പെട്ടു. കീപ് ഇറ്റ് അപ്പ്. വിവേകേട്ടാ ഇത് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു സ്ക്രിപ്റ്റ് റീക്രിയേറ്റ് ചെയ്ത് ആ സീൻസൊക്കെ നന്നായിട്ട് റീക്രിയേറ്റ് ചെയ്ത് നന്നായിട്ട് ചെയ്തു. എല്ലാവരുടെയും പാട്ട് അവർ ഭംഗിയായിട്ട് ചെയ്തു. ഈ എന്താ പറയുക, ചെറിയ മൈന്യൂട്ടായിട്ടുള്ള മിസ്റ്റേക്സ് പോലും ഇല്ലാതെ എല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്തു. പറഞ്ഞ പോലെ തന്നെ മോളുടെ പാട്ട് മോള് നന്നായിട്ട് ചെയ്തു. ഭയങ്കര രസമായിരുന്നു കാണാൻ. ശരിക്കും ഒരു എന്താ പറയുക, രഞ്ജിനി ചേച്ചി ചെയ്യുന്ന അതേ ഫീലൊക്കെ നമുക്ക് കിട്ടി. വളരെ നന്നായിരുന്നു. അമ്മു നല്ലായിരുന്നു. നല്ലൊരു ആക്ട് ആയിരുന്നു. ചെയ്ത പാട്ടൊക്കെ അടിപൊളിയായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു പുതുമയായിട്ട് തോന്നിയത് ആ വീഡിയോ കൂടെ എഡിറ്റ് ചെയ്ത ആ ഒരു സംഭവം നല്ലതായിരുന്നു. ഒരു ഇതുവരെയ്ക്കും ആരും ചെയ്യാത്തൊരു സംഗതിയായിരുന്നു അത്. അതെനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു ഐഡിയക്ക് വലിയൊരു കയ്യടി. നല്ലൊരു തോട്ടായിരുന്നു അത്. നന്നായിട്ട് അത് എഫക്റ്റ് ചെയ്തു. നല്ലൊരു കോൺസെപ്റ്റ് ആയിരുന്നു. പിന്നെ ഒബ്വിയസ്ലി മോളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ആക്ടിൽ മോളുടെ പാട്ടാണ്. എന്താ പേര്? നസ്രിൻ ഫാത്തിമ. നന്നായിട്ട് പെർഫോം ചെയ്തു. നല്ല ടാലന്റഡ് ഗേൾ ആണ്. ഐ റിയലി ലവ് ഇറ്റ്. അമ്മ പറഞ്ഞ പോലെ ഈ ഒരു ആക്ട് നസ്രിന്റെ ആയിരുന്നു എന്ന് വേണം പറയാനായിട്ട്. അത്രയും കിടിലമായിരുന്നു. എസ്പെഷ്യലി ലാസ്റ്റ് ശരിക്കും കരഞ്ഞല്ലേ ലാസ്റ്റ്? അച്ചോടാ, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നല്ലായിരുന്നു. നിങ്ങളുടെ പാട്ടും പിന്നെ നിങ്ങൾ രണ്ടുപേരും ഓൾറെഡി ആഷിഖിന്റെ കൂടെ പ്രൂവ് ചെയ്ത് വന്ന ആൾക്കാരാണ്. ആഷിഖിന്റെ കൂടെ പെർഫോം ചെയ്തിട്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്തു. മൊത്തത്തിൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ആരാ കൊറിയോഗ്രാഫി? ഓക്കെ, യൂഷ്വൽ നല്ലായിരുന്നു. ഇപ്രാവശ്യം സ്റ്റേജിലോട്ട് സാറിന്റെ മാനറിസം കാണുമ്പോൾ തന്നെ ചെറിയൊരു ലാലേട്ടൻ്റെ ഒരു ഫീൽ ഉണ്ട്. സാർ ഓൾറെഡി വന്നപ്പോൾ ഫസ്റ്റ് ടൈം വന്നപ്പോൾ നമുക്ക് ഒരുപാട് നല്ല പെർഫോമൻസ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഒരു മിമിക്രി ആർട്ടിസ്റ്റും കൂടെയാണ് അല്ലേ? സോ ഈ ഇന്നത്തെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ? പെർഫോമൻസ് സ്പെഷ്യൽ ഉണ്ടോ? ഇന്നത്തെ വളരെ ഒരു സ്പെഷ്യലാണ് ഇപ്പൊ ആഷിഖ് കാണിച്ചത്. എനിക്ക് വളരെ സന്തോഷമാണ്. എങ്ങനെ ഉണ്ടായിരുന്നു അതിന്റെ പ്രിപ്പറേഷൻ ഒക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല, എന്നോട് ആഷിഖിന്റെ അമ്മ പറഞ്ഞു ഏതെങ്കിലും നല്ല ഒരു മൂവി എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ചിത്രം. നമ്മൾ ഒരുപാട് സംസാരിക്കും ഇങ്ങനെ ഈ സിനിമ എടുക്കണം. അപ്പോൾ ചേച്ചിയും പറഞ്ഞ് ചിത്രം കൊള്ളാം. അപ്പോൾ പക്ഷേ ഇതിൽ എടുത്ത ഈ ഒരു സബ്ജക്റ്റിൽ ലാലേട്ടൻ അവസാനം പോകുന്നത് ജീപ്പിൽ കയറി. പക്ഷെ നമ്മുടെ ഫ്ലോറിൽ ജീപ്പ് ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല. അങ്ങനെയാണ് ഒരു ഐഡിയ വന്നത്. അത് കാണിക്കുക എന്നുള്ളത്. അത് ആഷിക്ക് ടൈമിംഗ് ആയിട്ട് കാണിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. അത് ഷൂട്ട് ചെയ്യാനും വളരെ രസകരമായിട്ടുള്ള സംഭവങ്ങളുണ്ടായി. കാരണം ആ ഒരു സിനിമയിൽ സോമസാർ നിൽക്കുന്ന സമയത്ത് ഒരു ട്രെയിന് പോകുന്ന അത് നിൽക്കുന്നതിന് മുമ്പ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഒരു റെയിൽവേ സ്റ്റേഷനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒരു രസകരം വിചാരിച്ചാണ് ഈ ലൊക്കേഷൻ ശംഖുമുഖത്താണ്. അവിടെ പോയി ട്രെയിൻ വരുന്നവരെ വെയിറ്റ് ചെയ്ത് അങ്ങനെ കറക്റ്റായിട്ട് അപ്പൂസ് അത് ചെയ്യുകയും ചെയ്തു. ആ സമയത്ത് ടൈമിംഗ് ആയിരുന്നു. അങ്ങനെ ഒരു സംഭവം ചെയ്യാൻ പറ്റി. അതിൽ നല്ലായിരുന്നു. ആ ഒരു എഫേർട്ട് എന്തായാലും കാണുന്നുണ്ടായിരുന്നു. വെരി നൈസ് തോട്ട്. താങ്ക് യു. എനിക്കൊരു കാര്യം പറഞ്ഞോ. എന്റെ സ്കൂളുകാർക്ക് എന്റെ കൂട്ടുകാർക്ക് ഒരു ഹായ് പറയും. ഏത് സ്കൂളാണ്? വ്യാസ വിദ്യാഭവൻ. അപ്പൊ വ്യാസ വിദ്യാഭവനിലെ എല്ലാവർക്കും വലിയ ഹായ്. ഹലോ. ഇവിടെ ഉണ്ട് ഒരാൾക്ക് എന്തോ പറയാം. ഞാൻ പഠിക്കുന്ന പൂച്ചൽ ഗവൺമെൻറ് UP സ്കൂളിലാണ്. അവിടെ പഠിക്കുന്ന കുട്ടികൾക്കും പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനും ഒരു ഹായ് കൊടുക്കണം. ഏത് സ്കൂള്? പൂച്ചൽ ഗവൺമെൻറ് UPS. പൂച്ചൽ. പറഞ്ഞു അമ്മ പറഞ്ഞു. മോള് പഠിക്കുന്ന സ്കൂളിലെ ടീച്ചേഴ്സിനും ഫ്രണ്ട്സിനും ഉള്ള എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ 3 വക വെരി ഹൈ. സോമ സ്കൂളൊന്നും ഇല്ലേ? സോമൻ വൃദ്ധസദനത്തിലാണെന്ന് തോന്നുന്നു.